ഡോക്ടർ എൻ ജയരാജ്. സാർ, കാത്ത് നഴ്സിംഗ് കോളേജ് ഉൾപ്പെടെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയോട് സംസ്ഥാന സർക്കാരും ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയും കാണിക്കുന്ന പ്രത്യേക താല്പര്യത്തിനേറെ നന്ദി അറിയിക്കുന്നതോടൊപ്പം 2011 അവിടെ പുതിയൊരു സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ച കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ. ഇപ്പോൾ 1500ഓളം OP രാവിലെയും 400ഓളം OP വൈകുന്നേരമുണ്ട്. യഥാർത്ഥത്തിൽ ആവശ്യമായിട്ടുള്ള സ്റ്റാഫ് ഇപ്പോൾ വളരെ കുറവുണ്ട്. സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ കുറവുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഡയാലിസിസ് യൂണിറ്റ് എല്ലാ ജനറൽ ആശുപത്രികളിലും ആരംഭിക്കുമെന്ന് സൂചിപ്പിച്ച കൂട്ടത്തിൽ കാഞ്ഞിരപ്പള്ളിയും പരിഗണിക്കുമ്പോൾ ഈ ടെക്നീഷ്യൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ആവശ്യമുണ്ടാകും. അതുകൊണ്ട് കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ പ്രത്യേക പരിഗണന നൽകി കൂടുതൽ സ്റ്റാഫിനെ അവൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ട് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ചോദ്യം. സർ, കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അവിടെ നമ്മൾ കാത്ത് ലാബ് പ്രവർത്തനം ആരംഭിച്ചു. പുതിയ കെട്ടിടം നിർമ്മിച്ച് അത് ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം അവിടെ മോർച്ചറിയുടെ നിർമ്മാണം നടക്കുന്നു. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ഡയാലിസിസ് യൂണിറ്റ്, സർ, നമ്മുടെ ആർദ്രം മാനദണ്ഡ പ്രകാരം എല്ലാ താലൂക്ക് ആശുപത്രിയിലും ഈ വർഷം തന്നെ 2024 തന്നെ ഡയാലിസിസ് ഇല്ലാത്ത ഇടങ്ങളിൽ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് 10-28 ആശുപത്രികൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അപ്പോൾ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ഞാനും ബഹുമാനപ്പെട്ട MLAയും ഞങ്ങൾ ചേർന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ ബ്ലോക്ക് ഫണ്ട് വെച്ചിട്ടുണ്ട്. ഡയാലിസിസ് മെഷീൻസിന് 1 കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തോടു കൂടി തന്നെ സർ അവിടെ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനക്ഷമമാക്കാൻ കഴിയും എന്നുള്ളതാണ് കരുതുന്നത്. അതോടൊപ്പം സർ, അവിടുത്തെ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ നമ്മൾ കാത്ത് ലാബ് കൊടുത്തെങ്കിൽ അവിടെ കാർഡിയോളജിസ്റ്റിൻ്റെ തസ്തിക ഇല്ലെങ്കിൽ പോലും DM കാർഡിയോളജി ഉള്ള ആളെ അങ്ങോട്ട് നിയോഗിച്ചുകൊണ്ടാണ് സർ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തീർച്ചയായിട്ടും ആ പരിഗണനയോടെ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച തസ്തിക സൃഷ്ടിക്കലിൻ്റെ ഭാഗമായിട്ട് അവിടെയും കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിലും തസ്തിക സൃഷ്ടിക്കപ്പെടും സാർ.